ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് PSC ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എലമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ലാർജർ സർഫസ് ഏരിയ ഓൺ സിലിണ്ടർ ഫോർ എയർ കൂളിംഗ് ആർ. ഓപ്ഷൻ എ ബെല്ലോസ്, ഓപ്ഷൻ ബി ജാക്കറ്റ്സ്, ഓപ്ഷൻ സി കൊറുഗേഷൻസ്, ഓപ്ഷൻ ഡി ഫിൻസ്. എയർ കൂളിംഗ് സിസ്റ്റത്തിൽ സിലിണ്ടറിൻ്റെ ഔട്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റെൻഡഡ് സർഫസിനെയാണ് നമ്മൾ ഫിൻസ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. നമുക്കറിയാം കൂളിംഗ് സിസ്റ്റം മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, എയർ കൂൾഡ് സിസ്റ്റവും വാട്ടർ കൂൾഡ് സിസ്റ്റവും അല്ലെങ്കിൽ ലിക്വിഡ് കൂൾഡ് സിസ്റ്റവും. ഈ എയർ കൂൾഡ് സിസ്റ്റത്തിൽ സിലിണ്ടറിൻ്റെ ഔട്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റെൻഡഡ് സർഫസിനെയാണ് നമ്മൾ ഫിൻസ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന എക്സ്റ്റെൻഡഡ് സർഫസിനെയാണ് നമ്മൾ ഫിൻസ് എന്ന് പറയുന്നത്. നമ്മൾ മോട്ടോർ ബൈക്കിൻ്റെയൊക്കെ എൻജിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിൻസ് കാണാൻ പറ്റും. ഈ ഫിൻസിലൂടെയാണ് എൻജിനിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്, കമ്പസ്റ്റൻ കാരണം എൻജിനിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഫിൻസിലൂടെയാണ്. അറ്റ്മോസ്ഫിയറിക് എയർ ഫിൻസിൻ്റെ സർഫസിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്യും. ഇനി ഈ ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് എയർ ഫ്ലോൻ്റെ എമൗണ്ടിനെയും എയർ ഫ്ലോൻ്റെ വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഫിൻസിൻ്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. കൂടാതെ ഫിൻസ് ഉണ്ടാക്കിയ മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. സാധാരണ എയറോപ്ലെയിനിൽ, മോട്ടോർ സൈക്കിളിൽ, സ്കൂട്ടേഴ്സിൽ, അതുപോലെ തന്നെ ലൈറ്റ് എൻജിൻസിലൊക്കെയാണ് എയർ കൂൾഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമലി ദ കൂളിംഗ് സിസ്റ്റം ഓഫ് എൻ എൻജിൻ ദ ഹീറ്റ് ക്യാരീസ് അവേ അബൌട്ട്. ഓപ്ഷൻ എ 10 to 15% of heat, option B 15 to 20% of heat, option C 20 to 35% of heat, option D 30 to 35% of heat. ഒരു എൻജിൻ കൂളിംഗ് സിസ്റ്റം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ക്യാരി അവേ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 30 to 35% ഓഫ് ഹീറ്റ് ആണ് കൂളിംഗ് സിസ്റ്റം ക്യാരി അവേ ചെയ്യുക. Next question, the direction of flow of coolant through the radiator of a thermosiphon system is from. Option A top to the bottom, option B bottom to the top, option C front to the back, option D back to the front. ഒരു തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റത്തിൽ റേഡിയേറ്ററിൽ കൂളൻറ്റിൻ്റെ ഫ്ലോ ഡയറക്ഷൻ എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ടോപ്പ് ടു ദ ബോട്ടം. തെർമോസൈഫൺ സിസ്റ്റത്തിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് കൂളൻറ്റിൻ്റെ ഫ്ലോ ഡയറക്ഷൻ. വാട്ടർ കൂളിംഗ് സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്, തെർമോസൈഫൺ കൂളിംഗ് സിസ്റ്റവും ഫോഴ്സ്ഡ് കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പമ്പ് സർക്കുലേറ്റഡ് കൂളിംഗ് സിസ്റ്റവും. ഇതിൽ തെർമോസൈഫൺ സിസ്റ്റം ഏറ്റവും സിമ്പിൾ കൂളിംഗ് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ വാട്ടർ പമ്പിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. ഈ സിസ്റ്റത്തിൽ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി ഡിഫറൻസ് കാരണമാണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി കുറയുന്നു എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു തെർമോസൈഫൺ സിസ്റ്റം റൺ ചെയ്യുന്നത്. കൂളിംഗ് വാട്ടർ എൻജിൻ്റെ സിലിണ്ടർ ജാക്കറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഈ വാട്ടർ റേഡിയേറ്ററിൻ്റെ ഹെഡർ ടാങ്കിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ ഹെഡർ ടാങ്കിൽ കളക്ട് ചെയ്യുന്ന വാട്ടർ റേഡിയേറ്ററിൻ്റെ ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക് ഫ്ലോ ചെയ്യും. ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ വാട്ടർ കൂളാവും. താഴെ കളക്ടർ ടാങ്കിൽ കളക്ട് ചെയ്യുന്ന വാട്ടറിൻ്റെ ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ആ കൂൾഡ് വാട്ടർ എൻജിനിലേക്ക് മൂവ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു സർക്കുലേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് തെർമോസൈഫൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ തെർമോസ്റ്റാറ്റിക് വാൽവ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം ഷുഡ് ബി. ഓപ്ഷൻ എ മെയിൻറ്റെയിൻ ദ എൻജിൻ ഇൻ ദ മാക്സിമം എഫിഷ്യൻറ്റ് ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി ടു കൂൾ ദ എൻജിൻ, ഓപ്ഷൻ സി ടു കൺട്രോൾ ദ എൻജിൻ സ്പീഡ്, ഓപ്ഷൻ ഡി ടു ബൈപ്പാസ് ദ കൂളിംഗ് വാട്ടർ. കൂളിംഗ് സിസ്റ്റത്തിൽ തെർമോസ്റ്റാറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ മെയിൻറ്റെയിൻ ദ എൻജിൻ ഇൻ ദ മാക്സിമം എഫിഷ്യൻറ്റ് ടെമ്പറേച്ചർ. തെർമോസ്റ്റാറ്റ് കൂളിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന എൻജിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻറ്റ് ടെമ്പറേച്ചറിൽ എൻജിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ഓപ്പറേറ്റഡ് വാൽവാണ് തെർമോസ്റ്റാറ്റ്. കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ, അതുവഴി എൻജിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാൽവാണ് തെർമോസ്റ്റാറ്റ്. എൻജിൻ കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ
തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ് ആവും. എൻജിൻ ഹീറ്റ് ആവുമ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവും. അങ്ങനെ റേഡിയേറ്ററിലൂടെയുള്ള കൂളൻറ്റിൻ്റെ ഫ്ലോ അലോ ചെയ്യുകയും പ്രിവെൻറ്റ് ചെയ്യുകയാണ് തെർമോസ്റ്റാറ്റ് വാൽവ് ചെയ്യുന്നത്. ഈ തെർമോസ്റ്റാറ്റ് വാൽവാണ് എൻജിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതും എൻജിന് പെട്ടെന്ന് തന്നെ ഹീറ്റപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും തെർമോസ്റ്റാറ്റ് വാൽവാണ്. എൻജിൻ കോൾഡ് കണ്ടീഷനാകുമ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് റേഡിയേറ്ററിലേക്കുള്ള കൂളൻറ്റിൻ്റെ ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യും. എൻജിൻ ഹോട്ട് കണ്ടീഷനിലേക്ക് വരുമ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവും, റേഡിയേറ്ററിലേക്കുള്ള കൂളൻറ്റിൻ്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് തെർമോസ്റ്റാറ്റ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൊക്കേഷൻ ഓഫ് തെർമോസ്റ്റാറ്റ് വാൽവ് ഇൻ കൂളിംഗ് സിസ്റ്റം ഈസ്. ഓപ്ഷൻ എ അറ്റ് എൻജിൻ ഇൻലെറ്റ് ഫ്രം റേഡിയേറ്റർ. ഓപ്ഷൻ ബി അറ്റ് എൻജിൻ ഔട്ട്ലെറ്റ് ടു റേഡിയേറ്റർ. ഓപ്ഷൻ സി ബിറ്റ്വീൻ റേഡിയേറ്റർ ആൻഡ് വാട്ടർ പമ്പ്. ഓപ്ഷൻ ഡി ബിറ്റ്വീൻ വാട്ടർ പമ്പ് ആൻഡ് എൻജിൻ. കൂളിംഗ് സിസ്റ്റത്തിൽ എൻജിൻ ഔട്ട്ലെറ്റിൻ്റെയും റേഡിയേറ്റർ ഇൻലെറ്റിൻ്റെയും ഇടയിലാണ് തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ലൊക്കേഷൻ. എൻജിൻ ഔട്ട്ലെറ്റിൻ്റെയും റേഡിയേറ്റർ ഇൻലെറ്റിൻ്റെയും ഇടയിലാണ് തെർമോസ്റ്റാറ്റ് വാൽവ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി അറ്റ് എൻജിൻ ഔട്ട്ലെറ്റ് ടു റേഡിയേറ്റർ.